നമ്മുടെ നാട്ടിലും നമ്മുടെ ഫ്രണ്ട് സർക്കിളൊക്കെ ഉള്ള അർജന്റീന ആരാധകർ ഭയങ്കര സന്തോഷത്തിലാണ്. 25-30 വർഷമായിട്ട് അർജന്റീന പിന്നാലെ നടക്കുന്ന ആരാധകരുണ്ട്. അവർ ഒരുപാട് കാലം കപ്പില്ലാത്ത കാലത്ത് കൂടെ നടന്നതിനുള്ളൊക്കെ ഒരു എന്താ പറയുക ഫലം പലിശ സഹിതം ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ സന്തോഷങ്ങൾ. നമ്മൾ സാധാരണ ഈ മാച്ച് അനാലിസിസ് ചെയ്യുമ്പോൾ ഓരോ ദിവസവും നമുക്കിങ്ങനെ മാറ്റം ഉണ്ടാവാറുണ്ട്. ആ പ്ലെയർ ഇന്നലത്തെ പോലെ ഇന്ന് കളിച്ചില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സാധാരണ പറയാറുള്ളത്. പക്ഷേ ഈ മെസ്സിയുടെയും അർജന്റീനയുടെയും കാര്യം വരുമ്പോൾ ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണോ കഴിഞ്ഞ മത്സരത്തിലുള്ളത് ഏതാണ്ട് അതൊക്കെ തന്നെയാണ് ഇക്കുറിയും പറയാനുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അർജന്റീന ആരാധകരെ സംബന്ധിച്ച് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്നലെ. കാരണം മറഡോണയുടെ നമ്മൾ വില്ലനായും ഹീറോയും പറയുന്ന ഒരു ദിവസത്തിൻ്റെ എന്താ പറയുക ഓർമ്മ പുതുക്കലിൻ്റെ ദിവസമായിരുന്നു. കാരണം മറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോളും അതേസമയം ഒരു അതിഗംഭീരമായ ഗോളും വന്ന ദിവസമായിരുന്നു. ആ നൂറ്റാണ്ടിൻ്റെ ഗോൾ. അതുപോലെ തന്നെ ഡെല്ലാസിലായിരുന്നു കളി. ഈ മറഡോണ 94 വേൾഡ് കപ്പിൽ എന്താ പറയുക ഈ ഉത്തേജകം വരുന്ന വിധത്തിൽ പിടിച്ച് പുറത്താക്കുന്നത് ഇതേ ഡെല്ലാസ് സ്റ്റേഡിയത്തിലാണ്. അതേ ഡെല്ലസിൽ ലയണൽ മെസ്സി ഒരു പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നു. പിന്നെ മാത്രമല്ല മെസ്സിയെ കാണാൻ വളരെ വൈകാരികമായ അറ്റ്മോസ്ഫിയറാണ് സ്റ്റേഡിയത്തിലായിരുന്നു. ചെറിയ കുട്ടികൾ വന്നിട്ടുണ്ട്, പ്രായമായവർ വന്നിട്ടുണ്ട്. അപ്പോൾ സൈഫുക്കൊക്കെ എങ്ങനെയാണ് ഇന്നലത്തെ ഒരു മത്സരത്തിൻ്റെ ഇമോഷൻ? അല്ല, എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചത് ഇത്രയും ക്രൂഷ്യലായ ഈ പറയുന്ന പോലുള്ള റെക്കോർഡൊക്കെ വിരൽത്തുമ്പിൽ നിൽക്കവേ അയാൾ ആ ഏർലി ടൈമിൽ ഒരു പെനാൽറ്റി മിസ്സാക്കുന്നു. അപ്പോൾ മനസ്സിലേക്ക് ഇങ്ങനെ പഴയ എന്താ പറയുക പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഹോണ്ട് ചെയ്യും നമ്മളെ. കാരണം ഇദ്ദേഹം ഈ ഏർലി ടൈമിൽ ഒരു പെനാൽറ്റി മിസ്സാക്കി കഴിഞ്ഞാൽ പുള്ളിയെ മെൻ്റലി ഡൗൺ ആകും. അങ്ങനെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു വല്ലാത്ത തരം എന്തൊക്കെയോ പുള്ളിയെ പിറകിൽ നിന്ന് പിടിച്ചു വലിക്കും, മുന്നോട്ട് കുതിക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ നമ്മൾ കാൽപ്പനികമായി അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ നമ്മൾ പണ്ട് വർണ്ണിച്ചിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഈ ഭാരം എല്ലാം അഴിച്ചു വെച്ചതുകൊണ്ട് അയാൾ ഫുൾ എന്താ പറയുക എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രനാണ്. ആ സ്വാതന്ത്ര്യം ഈ ഏർലി ടൈമിൽ ഒരു വീഴ്ച വന്നാൽ, ഒരു പാളിച്ച വന്നാൽ പോലും തിരിച്ചു വരാൻ പാകത്തുള്ള രീതിയിൽ അയാളെ മൗൾഡ് ചെയ്തിട്ടുണ്ട്, മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പാളിച്ച, ഒരു വീഴ്ച മറികടക്കാൻ ദുർബലമായ ഒരു പെനാൾട്ടി കിക്ക് എന്ന് വെച്ചാൽ കോപ്പയിൽ അയാൾ ദുർബലമായ പെനാൾട്ടി കിക്കുകൾക്ക് ശേഷം അയാളെ ഈ ഏറ്റവും വീക്കായ കിക്കുകൾ ഒരു 3 എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നായിരിക്കും ചിലപ്പോൾ ഇന്നലെ. കാരണം അതൊരു പ്രഡിക്റ്റബിൾ കിക്കായിരുന്നു. ആ ഗോൾ കീപ്പർ അങ്ങോട്ടേക്കാണ് ചാടിയതും അതിനൊരു പേസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കിക്ക്, അപ്പോൾ അങ്ങനെ ഒരു കിക്ക് വന്നു. പിന്നെ കുറേ മിസ് പാസുകൾ വന്നു തുടക്കത്തിൽ. അപ്പം നമ്മൾ കരുതി ഇതിപ്പോൾ ഇന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു ഓഫ് ഡേ ആണ്, ഇന്നിപ്പോൾ ഒരു പക്ഷേ ഒരു ഗോൾ ചെയ്ത സമനിലയൊക്കെ ആയേക്കാം എന്നുള്ളതായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഒരു ടീം ഗോൾ വന്നു. കറക്റ്റ്. ആ ഒരു ഗംഭീരമായ ടീം ഗോൾ. അങ്ങനെ ഒരു ടീം അറ്റാക്ക് അതിന് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നു. കൂടുതലും അർജൻറ്റീന ഇയാളുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസിനെ തന്നെയാണ് ഇന്നലെയും ഡിപ്പെൻഡ് ചെയ്തത്. പക്ഷേ ആ ഒരു റെക്കോർഡ് ഗോൾ പിറന്നു, റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നു. പിന്നെ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ ആ ഗോളും നമ്മളിപ്പോൾ റീബൗണ്ട് വന്ന പന്ത് അടിച്ചതാണെങ്കിൽ കൂടിയും അതിൽ അവസാനത്തെ മിനിറ്റിലും ഒരു 38 വയസ്സുകാരൻ്റെ അധ്വാനത്തെ നമ്മൾ ഒരു തരത്തിലും ചെറുതായി കാണരുത്. ആ റീബൗണ്ട് ചെയ്ത് വന്ന പന്ത് ഒരു കോർണറിൽ നിന്ന് കയറ്റുമ്പോഴും മുന്നിൽ 3 ഡിഫൻഡേഴ്സും ഒരു ഗോളിയുണ്ട്. അവരൊരു വീക്ക് പൊസിഷനാണെന്ന് ഒരു ബുദ്ധിമുട്ടേറിയ പൊസിഷനാണെന്ന് കൂടി ഓർക്കണം. തുറന്നിട്ട് കിടക്കുകയല്ല, എന്നിട്ട് അത് അടിച്ച് കയറ്റി ഒരു നിമിഷങ്ങളുടെ സെക്കൻഡ്സിൻ്റെ പകുതിയേ ഉള്ളൂ. അങ്ങനെയാണ് ആ പാത അടിച്ചു. അപ്പോൾ ഇന്നലെയും ലയണൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ആവോളം ആഘോഷിക്കാനും ആസ്വദിക്കാനും പറ്റിയ സമയം തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ 2 മാച്ചുകൾ കഴിയുമ്പോൾ 5 ഗോളുകൾ പിറക്കുന്നു. ആ 5 ഗോളുകളും ലയണൽ മെസ്സിയുടെ പേരിലാണ് കുറിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് മുന്നോട്ടുള്ള വഴികളിൽ അയാളിലേറി തന്നെയായിരിക്കും ഇപ്പം പോകുക എന്നുള്ളത് ഉറപ്പാണ്. എനിക്ക് തോന്നുന്നത് ഈ മെസ്സി പെനാൽറ്റി പോയാക്കി നമ്മൾ പറഞ്ഞല്ലോ, അതിൽ ഇന്നലെ ഒരു റെക്കോർഡുണ്ട്. വേൾഡ് കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി എടുത്ത ആൾ മെസ്സിയാണ്. മിസ്സാക്കിയതും എടുത്തതും മെസ്സിയാണ്. 7 എടുത്തു, അതിൽ 3 മിസ്സാണ്. കഴിഞ്ഞ വർഷം പോളണ്ടിനെതിരെ ഒരു മിസ്സാക്കി, പിന്നെ അതിന് മുമ്പ് ഐസ്ലൻഡിനെതിരെയുള്ള ഒരു മിസ് ഓർമ്മയുണ്ട്. അതിൽ ഇന്നലത്തെ മെസ്സിയുടെ പെനാൽറ്റിയെ കുറിച്ച് ഞാൻ ഇപ്പം രാവിലെ ന്യൂയോർക്ക് ടൈംസ് നോക്കിയപ്പോൾ അതിൽ അവരുടെ ഒരു പെനാൽറ്റി വിദഗ്ധുണ്ട്. പുള്ളി പറയുന്നത് ആ ഓസ്ട്രിയയുടെ ഗോൾ കീപ്പർ സാധാരണ മെസ്സി ഇങ്ങനെ സ്ലോയിൽ വന്നിട്ട് ഗോളിയുടെ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് കിക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്നലെ ആ ഗോൾ കീപ്പർ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്. അപ്പോൾ മെസ്സിക്ക് ആ ഫൈനൽ മൊമെൻറ്റിൽ കൺഫ്യൂഷനായി. എന്നിട്ട് കൃത്യമായി അദ്ദേഹം ചാടുകൂടി ചെയ്തതോടെ അത് പുറത്തേക്ക് പോയി. അപ്പോൾ ഞാൻ ഈ ഷാഫിക്കോട് ചോദിക്കുന്നത്, ഈ സ്കലോണിയുടെ ടീമിൽ എന്താണ് ശരിക്കും മെസ്സിയുടെ റോൾ എന്താണ്? അത് ഞാൻ നമുക്കറിയാം. പിന്നെ മെസ്സി സൈഫ് പറഞ്ഞ പോലെ ഒരു വൺ ഓഫ് എ ജനറേഷൻ, ഒരു ജനറേഷനിലുള്ള ഒരു ഒറ്റ പ്ലെയറാണ് മെസ്സി എന്ന് പറഞ്ഞാൽ. അപ്പോൾ 2022 വേൾഡ് കപ്പ് നേടിയോടുകൂടി പിന്നെ മെസ്സി എന്ന് പറയുന്ന ആ താരത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിന് പിന്നെ റിട്ടയർ ആവാനുള്ളൊരു അവസരം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നും ഈ വേൾഡ് കപ്പിലേക്ക് ഒരുപക്ഷെ മെസ്സിയെ കളിപ്പിക്കാൻ അല്ലെങ്കിൽ മെസ്സി കളിക്കണം തീരുമാനിച്ചിട്ടും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും
സ്കലോനിക്ക് തന്നെ. സ്കലോനി മെസ്സിൻ്റെ ഫാനാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ മാച്ചിലെ ഈ അൾജീരിയക്കെതിരെ മാച്ചിൽ മെസ്സി ഗോൾ അടിച്ച് പാട്ടൊക്കെ അടിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു കയറുമ്പോഴെല്ലാം സ്കലോനി ആകെ ഇമോഷണലായ ഒരു ഇത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സഭ സമയത്ത് അതെ പിന്നെ ഇമോഷണലാവുന്ന നമ്മൾ കണ്ടു, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ വരുമ്പോൾ കണ്ടിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അത്രയും ഒരു ഫാൻ മൊമെൻ്റ് അല്ലെ, അത്തരത്തിൽ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്ന കോച്ച് സ്വാഭാവികമായിട്ടും ഒരു ടീമിനെ ബിൽഡ് ചെയ്യുന്നത് മെസ്സിക്ക് ചുറ്റും തന്നെയാണ്. കാരണം സ്കലോനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്, 2 സ്റ്റൈലുകളുണ്ട്. ഒന്ന് പിന്നെ മെസ്സിക്ക് ചുറ്റും ബിൽഡ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്, അതല്ലാതെ ഉണ്ട്. രണ്ടും അദ്ദേഹം കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ പരീക്ഷിച്ചിട്ടുണ്ട്. കാരണം കുറച്ച് കാലം മെസ്സി കളിക്കാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹം മെസ്സി ടീമിലെടുക്കാതെ തന്നെ പിന്നെ മെസ്സി ഇല്ലാതെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വേൾഡ് കപ്പിന് വന്നപ്പോൾ ഞാനൊക്കെ പ്രതീക്ഷിച്ചത്, നമുക്കൊരു സാധാ ആരാധകരാണല്ലോ, പ്രതീക്ഷിക്കുന്നത് വെച്ചാൽ മെസ്സി പ്രാവശ്യം മെസ്സിയുടെ പ്രൈം ഗോൾ പിന്നെ ടൈം എന്ന് പറഞ്ഞാൽ 72 മിനിറ്റാണ്. അതിൻ്റെ ഒരു ഗോൾ ആവറേജ് നോക്കുമ്പോൾ എല്ലാ കളിക്കാരും കാലുകൾ തളർന്നു പോകുന്ന ക്ഷീണിച്ചു പോകുന്ന സമയത്ത് 72 മിനിറ്റിലേക്കാണ് മെസ്സിയുടെ ഒരു ആവറേജ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു 60 മിനിറ്റിലേക്ക് മെസ്സി ഇറങ്ങും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ നമ്മൾ അൾജീരിയക്കെതിരായാലും അല്ലെങ്കിൽ ഇന്നലെ ഓസ്ട്രേലിയക്കെതിരായാലും അദ്ദേഹം കളിക്കുന്നത് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ്. ഫസ്റ്റ് മാച്ച് സബ് ചെയ്തു, എന്നാലും ഇന്നലെ ലാസ്റ്റ് സെക്കൻഡ് വരെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാച്ചിൽ ഈ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സി എങ്ങനെ മൂവ് ചെയ്യുന്നു അതിനനുസരിച്ച് മറ്റ് കളിക്കാരെ പ്ലേസ് ചെയ്യുക, അതാണ് അറ്റാക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ ഐഡിയ എന്ന് പറഞ്ഞാൽ. മിഡ്ഫീൽഡിലും ഡിഫൻസിലും കൃത്യമായൊരു പ്ലാൻ അർജൻറ്റീനക്കുണ്ട്. പക്ഷേ അറ്റാക്ക് ചെയ്യുമ്പോൾ മെസ്സിയുടെ പൊസിഷനിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ളൊരു കളിയാണ്. അതുകൊണ്ട് തന്നെ 5 ഗോളിൽ 5 മെസ്സിൻ്റെ അടുത്താണ് വന്നത്. എന്ന് മാത്രമല്ല മെസ്സി ക്രിയേറ്റ് ചെയ്ത അല്ലാത്ത ചാൻസുകൾ അധികം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. മെസ്സി ഇല്ലാതൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് കഴിഞ്ഞ 2 മാച്ചിലെല്ലാം അധികം നമ്മൾ കണ്ടിട്ടില്ല. അതൊരു പരിമിതിയല്ലേ ശരിക്കും? അതൊരു പരിമിതിയല്ല, അത് വേണമെങ്കിൽ പരിമിതി എന്ന് പറയാം. പക്ഷേ എനിക്ക് തോന്നുന്നത് മെസ്സി ഇല്ലാതൊരു ഓപ്ഷൻ ഒരു സ്റ്റൈൽ ഓൾറെഡി ഒരു ബാക്കപ്പ് ആയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നേക്കാൾ നല്ലത്, നമുക്ക് അത്ര നെഗറ്റീവിലേക്ക് പോകുന്നേക്കാൾ നല്ലത് മെസ്സി ഉള്ളപ്പോൾ, മെസ്സി ഇപ്പോൾ ഉണ്ടല്ലോ, മെസ്സി ഉണ്ടെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും നേരത്തെ സഫാൻ പറഞ്ഞ പോലെ തൻ്റെ കരിയറിൽ തന്നെ ഒരു പക്ഷേ ഇത്രയും നല്ല 2 കളിയിൽ 5 ഗോളൊക്കെ ഒരു പക്ഷേ ഇത്ര ഉണ്ടായിട്ടില്ല. ഏറ്റവും നല്ല ടോപ്പ് ഫോം നിൽക്കുമ്പോൾ നമുക്ക് ഇതല്ലാത്തൊരു ഓപ്ഷൻ ആലോചിക്കേണ്ടതില്ല. അപ്പോൾ പിന്നെ മെസ്സി എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ താരം എന്ന് പറഞ്ഞാൽ ഒരു മെഗാ സൂപ്പർ താരം എന്നോ അല്ലെങ്കിൽ മെഗാ താരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ താരത്തിൻ്റെ ചുറ്റും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു സ്റ്റൈൽ ഉണ്ടാക്കുന്നു, ആ സ്റ്റൈൽ വിജയിക്കുന്നു. സ്വാഭാവികമായിട്ട് ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിനേക്കും അർജൻറ്റീന തീരുമാനിക്കുക. അടുത്ത മാച്ച് ജോർഡാനെതിരെയാണ്. അതിലും കാര്യമായ വ്യത്യാസം ഉണ്ടാകുമോ ഇനി അതോ മെസ്സി അറസ്റ്റ് ചെയ്യുമോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്പെയിനോ അല്ലെങ്കിൽ യൂറുഗ്വേ ചിലപ്പോൾ കേപ്പ് വെറുതെ ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു മാച്ചിലായിരിക്കും ശരിക്കും ഈ സഫോൻ ചോദിച്ച പോലെ ഈ ആശങ്കക്കൊരു ഇതുള്ളത്. ആ മാച്ചിന് എങ്ങനെയാണ് അർജൻറ്റീന ഡിസൈൻ ചെയ്യുന്നത്, അതിനെങ്ങനെയാണ് മെസ്സിയെ വെച്ചിട്ടോ മെസ്സി ഇല്ലാതെയാണോ അല്ലെങ്കിൽ മെസ്സിയെ ഒരു പാർട്ടാക്കിയിട്ടാണോ ചെയ്യുക എന്നുള്ളത് നമുക്ക് ആ മാച്ചിലൂടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നത്. അത് ശരിക്കും ആ മെസ്സിയുടെ ഫസ്റ്റ് ഗോള് നമ്മൾ ശരിക്കും പ്രത്യേകം പറയേണ്ടതെന്ന് തോന്നുന്നു. കാരണം അതൊരു അസാധ്യമായ ടീം കോർഡിനേഷൻ ഉണ്ട് അതിൻ്റെ പിന്നിൽ. കാരണം അൽമാഡ ബോക്സിൽ ഒരു ഗോസ്റ്റാക്കി നിർത്തിയിട്ടാണ് മെസ്സിയോട് കയറുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു വളരെ കോർഡിനേഷനുള്ള ടീമിൽ മാത്രമേ നടക്കൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറേ കട്ട് നമ്മൾ ട്വിറ്ററിൽ, അതായത് ഇപ്പോൾ എക്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണുന്നത് പണ്ട് സുവാരസ് ഒക്കെ ബായ്സിൽ ചെയ്യുന്നൊരു പരിപാടിയാണത്. അതായത് മെസ്സി ഇങ്ങനെ ലോങ്ങിൽ നിന്ന് വരും, സുവാരസോട് ഗോസ്റ്റായി ബോക്സിൽ നിൽക്കും. എനിക്ക് തോന്നുന്നു ഈ പോർച്ചുഗലിനും ബ്രസീലിനൊന്നും നിലവിലില്ലാത്ത ഇത്തരം ഒരു കോർഡിനേഷനാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ മത്സരത്തിൽ ആ ബ്രൂണോ ഫെർണാണ്ടസ് തൊട്ട് പിന്നിലുണ്ടെങ്കിലും റൊണാൾഡോക്ക് അവിടെ ഒരു കണക്ഷൻ ഇല്ലായിരുന്നു. വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് മാറിക്കൊടുത്തിരുന്നെങ്കിൽ ബ്രൂണോക്ക് ഒരു ഓപ്പൺ ചാൻസ് ആണ്. ബ്രൂണോ എന്നിട്ട് അടിക്കുമല്ലോ എന്നൊക്കെ വേറെ കാര്യം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇന്നലത്തെ മാച്ച് ഓഫ് മെസ്സിക്ക് അപ്പുറത്തേക്ക് ഒരു മാച്ചിൻ്റെ ഒരു എന്താ പറയുക ഒരു കാഴ്ച ഭംഗി അല്ലെങ്കിൽ ഓസ്ട്രിയയുടെ ഒരു ശൈലിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അൽമാഡ പൂർണ്ണമായി മങ്ങി ഇന്നലത്തെ മത്സരത്തിൽ അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ആ ഒരു ഡമ്മി മതി. ഇപ്പോൾ ഡിബാല കഴിഞ്ഞ വേൾഡ് കപ്പിൽ എന്ത് ചെയ്തു, അയാളുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു വെച്ചാൽ ഫൈനലിൽ അയാളുടെ ഒരു പെനാൽറ്റി കിക്ക്, ടൈ ബ്രേക്ക് ഷൂട്ടൗട്ടിൽ ഒരു കിക്ക്, അത് മതി എല്ലാ കാലത്തേക്കും അയാൾക്ക് പിടിച്ചു നിൽക്കാനും അടയാളപ്പെടുത്തണം. അതുപോലെ ഇന്നലത്തെ മത്സരത്തിൽ അൽമാഡ ഒന്നും ചെയ്യണ്ട, ആ ഒരൊറ്റ ഡമ്മി, ആ ഗോസ്റ്റ് ആയത് ആ ഒരൊറ്റ മൊമെന്റ്, മെസ്സി ആ വഴി ഓടി വരുന്നത് അയാൾ തിരിഞ്ഞു നോക്കുന്നു. ഞാൻ ആ സെക്കൻഡ്സ് പിന്നെയും റിവൈൻഡ് ചെയ്ത് കണ്ടു. അപ്പോൾ അൽമാഡ ഒന്ന് പിറകിലോ ഇയാൾ വരുന്നുണ്ടോ എന്ന് നോക്കുന്ന പോലെ ഞാൻ കാണുന്നില്ല. ഒരു പക്ഷേ അതൊരു ഇവരുടെ മനസ്സിൽ കാണുന്നുണ്ടാവണം. ട്രെയിനിങ് ഗ്രൗണ്ട് മൂവ്മെന്റ് ആണ്. ട്രെയിനിങ് ഗ്രൗണ്ട് ഓൾറെഡി പലതവണ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും ഈ പരിപാടി. അപ്പോൾ അത് വിട്ട് കഴിഞ്ഞാൽ അത് മെസ്സി വരും, കൃത്യം അയാളുടെ പൊസിഷനാണ് എന്ന് വെച്ചാൽ അയാളുടെ വിഹാര കേന്ദ്രമായ ആ കൃത്യം പൊസിഷനിലാണ് ബോൾ കിട്ടുന്നത്. പിന്നെ അതിൻ്റെ വിധി നമ്മൾ വിചാരിക്കുന്നതാണ്. കാരണം അതിനകത്ത് കയറാന്നുള്ളത് പിന്നെ ഗോൾ വലകളെ ചുംബിക്കുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ വിധി. ആ പൊസിഷൻ കറക്റ്റ് സെറ്റ് ചെയ്യാന്ന്. അവിടെ അൽമാഡ എന്താണ് ഫെക്കുണ്ടോ മദീനയുടെ അസിസ്റ്റ്. ഫെക്കുണ്ടോ മദീന എന്ന് പറഞ്ഞ ഒരു താരോദയം അർജൻറ്റീനയിൽ. ഇത് എവിടെയായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ പല ആളുകളും ചോദിക്കുന്നുണ്ട്. 27 വയസ്സായി.
അദ്ദേഹത്തിൻ്റെ ക്ലിയറൻസ് ആവട്ടെ, ഓവർലാപ്പിംഗ് ആവട്ടെ, എന്ന് വെച്ചാൽ ഈ അസിസ്റ്റ് ആവട്ടെ, കീ പാസ് ആവട്ടെ, ഫിസിക് ആവട്ടെ. ഫിസിക് പറഞ്ഞപ്പോൾ ഓസ്ട്രിയ പോലെയുള്ള ടീമിനോട് മുട്ടി നിൽക്കാൻ പാകത്തിലുള്ള സൈസും ഫിസിക്കും, ഫിസിക്കലി കളിക്കണമെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു താരത്തെ കിട്ടിയോടുകൂടി വിങ്ങുകൾ കുറേ കൂടി സ്കലോണിക്ക് സേഫാണ്. ഇപ്പോൾ ഇപ്പുറത്ത് മൊളീന ഫുൾ സിംഗിലാണെങ്കിൽ, പരിക്കില്ലാതെ ഫുൾ ഫിറ്റ് നിൽക്കുകയാണെങ്കിൽ റൈറ്റ് ഓക്കെ, ഇപ്പോൾ ലെഫ്റ്റ് ഓക്കെ. കാരണം ടാളിയാഫിക്കോ ഇല്ലാത്ത വലിയൊരു അലോസരം അർജൻറ്റീന ലൈനപ്പിലുണ്ടായിരുന്നു. പക്ഷെ അത് മദീന തീർത്തു. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള വഴികളിൽ വലിയ വലിയ ടീമുകളൊക്കെ വരുമ്പം മദീന എന്ന് പറഞ്ഞു, മെദീന ഒരു എന്താ പറയുക, ഒരു 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 വലിയ സോഴ്സായി, വലിയൊരു ഉറപ്പായിട്ട് മാറുകയാണ്. അപ്പോൾ ഡിഫൻസിൽ കുറേ കൂടി സോളിഡ് ഡിഫൻസായി മാറുകയാണ്. പിന്നെ ലിസാൻഡ്രോ മാർട്ടിനസിനെ നമ്മൾ ഇന്നലെ എടുത്തു പറയണം. അയാളുടെ കീ പാസ് ആവട്ടെ, ഈ പറയുന്ന പോലെ ക്ലിയറൻസ് ആവട്ടെ, സേഫ് ടാക്ലിങ്സ് ആവട്ടെ, എല്ലാ അർത്ഥത്തിലും എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ഒന്നുകിൽ പന്ത് അല്ലെങ്കിൽ താരം, രണ്ടും കൂടി ലിസാൻഡ്രോയെ മറികടന്ന് പോവില്ല. ഏതെങ്കിലും ഒന്ന് അയാൾ തടഞ്ഞിട്ടിരിക്കും. ആ തടഞ്ഞിടുന്നതോ ഒരു കാർഡ് വഴങ്ങാൻ കഴിയാത്ത രീതിയിൽ ഒരു ഗംഭീര ക്ലിയറൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഡിഫൻസ് കുറേ കൂടി ഇപ്പോൾ ഇന്നലെ കളിക്കാൻ വിട്ടില്ല പിന്നെ ഈ ടീം ഓസ്ട്രിയ. കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് പോലെ തന്നെയാണ് 4-4 ഇനി ഇറങ്ങുകയാണെങ്കിൽ 4-4-2 അത് മാറും. ഹൈലി അഗ്രസീവ് സ്റ്റൈലാണ്, ഹൈലി ഡിഫെൻസീവ് സ്റ്റൈലും ഈ പറഞ്ഞ പോലെ ഹൈ പ്രസ്സിങ്ങുമാണ്. അപ്പോൾ ഹൈ പ്രസ്സിങ്ങിൻ്റെ കാരണം ഡിഫൻസ് നമ്മുടെ അർജൻറ്റീനയുടെ മിഡ്ഫീൽഡേഴ്സിന് ഹോൾഡ് ചെയ്ത് കളിക്കാൻ പറ്റിയില്ല. കളി രസംകൊല്ലിയായി. അതൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയും എനിക്ക് തോന്നുന്നു ആ കളിയിൽ 2 ഗോളിന് ജയിക്കാൻ പറ്റിയത് അവിടെ ആകെ കൂടി ഈ എല്ലാ തരത്തിലുള്ള പ്ലാനിങ്ങുകളെയും, ഇനിയിപ്പോൾ പ്ലാൻഡായി ഒരാളെ മെസ്സിയെ മാർക്ക് ചെയ്യാൻ തീരുമാനിച്ചാലും അതിനെയും പൊട്ടിക്കാൻ കഴിയുന്ന ഇൻഡിവിജ്വൽ ബ്രില്യൻസ്. ഇന്ന് ലയണൽ മെസ്സി ഫുൾ സ്വിങ്ങിൽ നിൽക്കുമ്പോൾ അയാളെ ഡിപ്പെൻഡ് ചെയ്ത് ഇതിനെ പൊളിക്കുക എന്നുള്ളത് മാത്രമല്ല, വേറെ ഒരു തന്ത്രത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ല. അത് ഇന്നലെ ഗംഭീരമായി നടന്നു, അതിൻ്റെ റിസൾട്ടും കിട്ടി. ഇന്നലെ നമ്മളെ ഈ അർജന്റീനയുടെ ഡിഫൻസ് അതിഗംഭീരമെന്ന് പറയാതെ, കാരണം ഇവരിങ്ങനെ അവിടെ ഇട്ട് ഇങ്ങനെ ബോളിട്ട് കളിക്കുക. കാരണം ഓസ്ട്രേലിയയുടെ ഇവരിങ്ങനെ നോക്കി നിൽക്കുക, ഇവർ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുന്ന പോലെ പാസ് എടുത്തുകൊണ്ടിരിക്കുക, ഒരാൾക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപക്ഷെ അർജന്റീനക്ക് ഗ്രൂപ്പിൽ ഏറ്റവും ശക്തമായ എതിരാളി എന്ന് പറയുന്നത് ഓസ്ട്രിയ ആയിരുന്നു. ആ ഗ്രൂപ്പിലെ അതെ ഏക യൂറോപ്യൻ ടീമും അവരാണ് ഗ്രൂപ്പിലെ. ഓസ്ട്രിയ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അതിതന്ത്രജ്ഞനായ കോച്ചുണ്ട് അതിൻ്റെ പിന്നിൽ. റാഫ് റാഗ്നിക് എന്ന് പറയുന്നത് പ്രത്യേകം പരിചയപ്പെടുത്തൽ വേണ്ടല്ലാത്ത ആളാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചായ ആളാണ്. ഈ RB ലൈപ്സിഗിനൊക്കെ ഒരു മുഖ്യധാരയിലേക്ക് എത്തിച്ചതിൽ പ്രധാനിയാണ്. ആസ് എ ടീം ഇന്നലെ ഓസ്ട്രേലിയയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായി? ഓസ്ട്രേലിയ ടീം എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയുടെ ഒരു ട്രിക്ക് നേരത്തെ സേഫ് പറഞ്ഞ പോലെ നമുക്കറിയാം. ഒരു ഏർലി സ്റ്റേജിൽ മാക്സിമം പ്രഷർ കൊടുക്കുക, പിന്നെ സെൻറ്റർ അറ്റാക്ക് ചെയ്യുക, ഓപ്പണിൻ്റെ എതിർ ടീമിനെ പിന്നെ മിഡ്ഫീൽഡിൽ സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഗെയിം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുക വെച്ചാൽ എതിർ ടീമിൻ്റെ അടുത്തുള്ള ഗ്യാപ്പുകൾ അല്ലെങ്കിൽ വിടവുകൾ രൂപപ്പെടും, അവരുടെ ഡിഫൻസ് ചെതറിപ്പോകും. അപ്പോൾ അതുവഴി അറ്റാക്ക് ചെയ്യുക, ഗോൾ അടിക്കുക. അതാണ് ഇവരുടെ ഒരു സ്റ്റൈൽ. ഇത് ഗിഗൻ പ്രസ്സിംഗ് എന്ന് പറയുന്ന ഒരു ജർമ്മൻ പിന്നെ ക്ലോപ്പൊക്കെ ഇത് പിന്നെ ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ഈ 2022 എനിക്ക് തോന്നുന്നത് മറ്റേ ഓസ്ട്രേലിയയുടെ മാനേജറാണ്. അതിന് ശേഷം ഇവരുടെ ഒരു പിന്നെ ഓസ്ട്രേലിയ എവല്യൂഷൻ നമുക്ക് വിസിബിളാണ്. കാര്യമായ വലിയ കളികൾ തോറ്റിട്ടൊന്നുമില്ല. അപ്പോൾ ലാസ്റ്റ് എങ്കിൽ 2026 ആദ്യത്തെ തോൽവിയാണ് ഇന്നലെ. ഇതിനു മുമ്പ് അവർ ഘാനയെ 5-1 തോൽപ്പിച്ചിട്ടുണ്ട്. അവർ 2024 യൂറോയിൽ ഫ്രാൻസ് നെതർലൻഡ്സ് ഗ്രൂപ്പിൽ ചാമ്പ്യന്മാരായിട്ടുണ്ട്. കറക്റ്റ്, ഞാൻ അങ്ങനെ സ്ഥിതിക്ക് പോകുന്നു. അപ്പോൾ ഇത്രയധികം ഒരു ഇമ്പ്രസീവായ ഒരു ടീമാണ് ഇവർ. അപ്പോൾ ഈ ഇനീഷ്യലി അവർ ആ പ്ലാൻ കറക്റ്റ് ആയിരുന്നു. ആ പ്ലാൻ അവർ എക്സിക്യൂട്ട് ചെയ്തതിലും എനിക്ക് തുടക്കത്തിലൊക്കെ അർജന്റീനയുടെ ഡിഫൻസ് അല്ലെങ്കിൽ അവരുടെ മിഡൊക്കെ സെറ്റിൽ ചെയ്യാൻ ഇവർ പന്ത് കൊടുക്കുന്നില്ല. കളി വിരസമായെന്നുള്ളതിനേക്കാൾ അത് പിന്നെ എന്താ പറയുക സെറ്റിൽ ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട് നമുക്ക് ഇതെന്താണ് ഈ കളിയെന്ന് നമുക്ക് തോന്നി. ഇപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ നമുക്ക് കാര്യമായിട്ട് ഇടയ്ക്ക് പെനാൽറ്റിക്ക് വരുന്നുണ്ടെങ്കിലും ഈ കളിയുടെ ഒരു കളി കൺട്രോൾ ചെയ്യാൻ അർജന്റീന സമ്മതിക്കുന്നേ ഇല്ല. അത് ആ ലെവലിലൊരു വിജയം. പക്ഷേ അവർ ആദ്യം 25 മിനിറ്റിൽ ഒരു ഗോൾ അടിക്കണമായിരുന്നു. അവർക്ക് കളി എന്തെങ്കിലും സാധ്യത ഉണ്ടാവുന്നു. പക്ഷേ ആ 25 മിനിറ്റിൽ ഫസ്റ്റ് പിന്നെ എന്താ പറയുക നമ്മുടെ ഹൈഡ്രേഷൻ ബ്രേക്കിന് മുമ്പ് അവർക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ആ സമയമാകുമ്പോഴേക്കും ഇത് ഈ ഹൈ പ്രസ്സിങ്ങിൻ്റെ ബുദ്ധിമുട്ട് അറിയാമല്ലോ. എല്ലാ കളിക്കാരും ഹൈ എനർജി ഹൈ സ്റ്റാമിന ഉള്ള കളിക്കാരായിരിക്കണം. അവർ ആ ലെവലിൽ അത് പെർഫോം ചെയ്യണം. അങ്ങനെ കളിക്കുമ്പോൾ ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോൾ മറ്റേ മനുഷ്യന്മാരല്ലേ, അവരുടെ ഒരു ശരീരം തളരും, കാലുകൾ തളരും. അത് സംഭവിച്ചു. പിന്നെ ഹൈഡ്രേഷൻ്റെ ബ്രേക്ക് കൂടി വന്നപ്പോൾ ഈ ഹൈഡ്രേഷൻ ബ്രേക്കിനെ പറ്റിയിട്ടുള്ള ഒരു സംഗതി നിങ്ങൾ
മാർസലോ ബിയൽസ ഉറുഗ്വേ കോച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഗതിയുണ്ട്. അത് ഫുട്ബോളിന്റെ പിന്നെ ആ സ്വാഭാവികതയെ നശിപ്പിക്കുന്നു എന്നുള്ളൊരു സംഗതി അദ്ദേഹം സ്കലോണി പറഞ്ഞിട്ടുണ്ടല്ലേ. ഞാൻ ബിയൽസ സ്കലോണി പറയുന്നത് അതായത് ഒരു കളിയിൽ വീക്കായി നിൽക്കുന്ന ടീമുണ്ടല്ലോ, അതെ. അവർക്ക് അത് ഭയങ്കര അഡ്വാൻറ്റേജ് കൊടുക്കുന്നുള്ളതാണ്. മാത്രമല്ല അറ്റാക്കിംഗ് ടീമിന്റെ ഇതും അതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2018 വേൾഡ് കപ്പിൽ ബ്രസീൽ ടിറ്റയുടെ കയ്യിൽ 2018 വേൾഡ് കപ്പിൽ ടിറ്റയുടെ ശൈലി 20-30 മിനിറ്റിന്റെ ഇടയിലായിരുന്നു അദ്ദേഹത്തിന്റെ ടീം ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു ലെവലിലേക്ക് വരിക. അദ്ദേഹത്തിന്റെ ശൈലി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിപ്പോൾ ആ സമയമാകുമ്പോഴേക്കും 20 മിനിറ്റ് ആകുമ്പോഴേക്കും ബ്രേക്ക് വന്നതോടുകൂടി മൊത്തം തകരും. അതാണ് ഇന്നലെ ഓസ്ട്രേലിയക്ക് സംഭവിച്ച കാര്യം. ഇനീഷ്യലി അവർ അർജന്റീനയെ ശരിക്കും കുത്തിന് പിടിച്ച് നിർത്തി. പക്ഷെ അത് കഴിഞ്ഞതോടുകൂടി ആ കുത്തഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് അർജന്റീന പിന്നെ കളി ഒരു 30 മിനിറ്റ് ആയപ്പോഴേക്കും കളി പിന്നെ സ്വാഭാവികമായിട്ട് അർജന്റീന എടുക്കുന്നു. പിന്നെ ഹൊറിസോണ്ടലി പിന്നെ പാസ് ചെയ്തിട്ട് ഇങ്ങനെ അർജന്റീന അവിടെ പേസിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഡിഫൻസിൽ അർജന്റീന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ അറ്റാക്കിനെ തുടക്കത്തിൽ കണ്ടെയ്ൻ ചെയ്യാൻ അർജന്റീന കഴിഞ്ഞു. അതാണ് ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കാര്യം. അതിന് നേരത്തെ സേഫ് പറഞ്ഞ പോലെ ലിസാൻഡ്രോ മാർട്ടിനസും ഗുട്ടി റൊമേറോ രണ്ടുപേരും നല്ല പിന്നെ ഫയർ ആയിരുന്നു. അപ്പോൾ മെസ്സിയാണ് ടോപ്പ് പ്ലെയർ എങ്കിലും ആ ടീമിൽ ഏറ്റവും റേറ്റിംഗിൽ 2 പ്ലേയേഴ്സ്, ഒന്ന് ലിസാൻഡ്രോയും മറ്റൊന്ന് ഗുട്ടി റൊമേറോ. പ്രത്യേകിച്ചും റൊമേറോ എന്ന് പറഞ്ഞാൽ ഈ ഓസ്ട്രേലിയൻ കളിക്കാർ ഹൈറ്റുള്ള പ്ലേയേഴ്സാണ് അവർ. അപ്പോൾ അവരെ പിന്നെ ഹൈ ബോളുകൾ ക്ലിയർ ചെയ്യുന്ന കാര്യത്തിലായാലും അതിൽ കുട്ടി മികച്ചു വന്നപ്പോൾ ബോൾ കൺട്രോൾ ചെയ്തിട്ട് മുന്നിലേക്ക് നീക്കുക, എന്നിട്ട് പിന്നെ പിന്നിൽ നിന്ന് കണ്ടി ബിൽഡ് ചെയ്യുന്നതിൽ ലിസാൻഡ്രോ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചു. സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴേക്കും പിന്നെ ലിസാൻഡ്രോ പിന്നെ ഫയറായി. കാരണം അർജന്റീന ഒരു ഗോൾ നേടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് കളി കണ്ടെയ്ൻ ചെയ്യുക, കളിയിൽ ഇങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു കാര്യം. അപ്പോൾ അതിൽ പിന്നെ ബാക്ക് ലൈൻ പ്രത്യേകിച്ചും ഇന്ന് ഈ ബാക്കിൽ 4 ഡിഫൻഡേഴ്സ് മാത്രമല്ല, തൊട്ട് മുന്നിലുള്ള ഡീപോൾ ആയാലും മെക്കലിസ്റ്റർ ആയാലും എൻസോ ഫെർണാണ്ടസും ഇപ്പോൾ ഇന്നലെ കുറേ റിട്രീറ്റ് ചെയ്ത് ബാക്ക് ചെയ്ത് കളിച്ചിട്ട് കുറേ മൂവ്മെൻറ്റ്സ് കണ്ടു. അപ്പോൾ ഈ ഡിഫൻസ് ലൈനും മിഡ്ഫീൽഡും ഭയങ്കരമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ആക്ച്വലി ഇവരുടെ ഒരു ഓസ്ട്രേലിയയുടെ അറ്റാക്കിനെ അവരുടെ ഈ പറഞ്ഞ പോലെയുള്ള അറ്റാക്കിനെ എന്ന് പറയുമ്പോൾ അവർ മിഡ്ഫീൽഡിലൊക്കെ അർജന്റീന പിടിച്ചിട്ടെങ്കിലും അവർക്ക് ഒരു അറ്റാക്കിങ്ങിൽ ഒരു ക്രിയേറ്റിവിറ്റിയുടെയും ഏരിയൽ ബോളിൻ്റെയും അതാണ് അർജന്റീന ഡിഫൻസിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. കാരണം അവർക്ക് പറഞ്ഞ പോലെ ഒരു ഈ അറ്റാക്കിംഗ് എങ്കിൽ ഫൈനൽ തേർഡിൽ അവർക്ക് ഫ്രീ ആയിട്ട് ബോൾ എടുക്കാനുള്ള ഒരു ചാൻസ് കൊടുക്കണം. എന്നാലാണ് അവർക്ക് കളിക്കാൻ കഴിയും. പക്ഷേ ആ 2 സ്ഥലത്തും ഒരു ഭാഗത്ത് മഡീന ആണെങ്കിലും മറ്റേ ഭാഗത്ത് നമ്മുടെ മൊളീന ആണെങ്കിലും അത് സമ്മതിച്ചില്ല. കാരണം വിങ് ഉപയോഗപ്പെടുത്താൻ അവർ ഒരു പരിധിക്കപ്പുറം സമ്മതിച്ചിട്ടില്ല. പിന്നെ സെൻട്രലിലേക്ക് ബോൾ വരുമ്പോഴാണെങ്കിൽ ഇവിടെ കൃത്യമായിട്ടും ഈ 2 പേരുണ്ട്. നമ്മുടെ ഗുട്ടി റൊമേറോ ഉണ്ട്, ഇവിടെ ലിസാൻഡ്രോ മാർട്ടിനസും ഉണ്ട്. അപ്പോൾ എവിടെയും അവർക്ക് അങ്ങനെ ഒരു സ്പേസ് കൊടുക്കാൻ ഇവർ കഴിഞ്ഞു. അതേസമയം നിങ്ങൾ മെസ്സിയുടെ ഫസ്റ്റ് ഗോൾ കണ്ടാൽ അറിയാം, മെസ്സി ആ ഗോൾ അടിച്ചു, ആ ഒരു പിന്നെ ഡെമ്മി അടിപൊളിയായിരുന്നു, ക്രോസ് അടിപൊളിയായിരുന്നു. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് അവിടെ കിട്ടിയ സ്പേസാണ്. മെസ്സി അവിടെ എത്ര പിന്നിൽ നിന്നാണ് ഓടി കയറിയത് നോക്കാം, ഇഷ്ടംപോലെ സ്പേസ് അദ്ദേഹത്തിന് കിട്ടും. അത് ഓടാനും ബോൾ കണക്ട് ചെയ്യാനും ഷൂട്ട് ചെയ്യാനുള്ള സ്പേസ്, അത്രയധികം സ്പേസ് അവിടെ കൊടുക്കൽ ശരിക്കും ക്രിമിനൽ കുറ്റമാണ് ഒരു ഫുട്ബോളിൽ. പ്രത്യേകിച്ച് അവർ വാണർ എന്ന് പറയുന്നവരുടെ മിഡ്ഫീൽഡർ, ഇവിടെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ഓസ്ട്രേലിയയുടെ. അദ്ദേഹം ശരിക്കും ആ സമയത്ത് മെസ്സിയും അദ്ദേഹം തമ്മിൽ ഒരു 2 മീറ്റർ ഗ്യാപ്പ് ഉണ്ടാവും. പക്ഷേ മെസ്സി ഓടുമ്പോൾ ഇദ്ദേഹം വളരെ സ്ലോലിയാണ് പിന്നാലെ ഓടുന്നത്. ആക്ച്വലി ചെയ്യേണ്ടത് വെച്ചാൽ പിന്നാലെ ഓടി വന്നിട്ട് മെസ്സിയെ ബ്ലോക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം വാണർക്കായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് മെസ്സിയെ. ആ ഒരു ഗ്യാപ്പ് ഭീകരമായിട്ട് അവിടെ ആ സ്പേസാണ് മെസ്സി കിട്ടി. അതേപോലെ സ്പേസ് സ്വന്തം ഹാഫിൽ അനുവദിക്കാൻ അർജന്റീന സമ്മതിച്ചതേ ഇല്ല. സംഭവം പറഞ്ഞാൽ സേഫ് പറഞ്ഞാൽ കളി വിരസായിരുന്നു, പിന്നെ മൂവ്മെൻറ്റ് ബ്ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഒക്കെ ശരിയാണ്. പക്ഷേ ആ ഒരു സ്പേസ് കൊടുക്കാതിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഡിഫൻസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. മൊത്തത്തിൽ ഒരു പരിക്കം കളിയായിരുന്നു തോന്നുന്നില്ലേ. റഫറിക്ക് വന്ന് കുറേ കണ്ണടിച്ചിട്ടുണ്ട്. ചില റെഡ് കാർഡിലേക്ക് വരെ ഒരു അർജന്റീനയുടെ ആരെയാണ് കൃത്യം ഓർമ്മയില്ല, ഒന്ന് തട്ടിയിട്ട് പോകുന്നുണ്ട്. കാരണം അത് അങ്ങനെ അങ്ങ് മാറിയതാണ് ഈ ഹൈ പ്രസിംഗ്. തുടക്കത്തിൽ ഒരു പിന്നെ രണ്ടുപേരും നമ്മളൊരു വാഗ്വാദത്തിൽ മറ്റേ നമ്മുടെ 7 നമ്പർ ഡീപോളിൽ പറഞ്ഞ പോലെ ഒരു കാർഡ് കിട്ടേണ്ടതായിരുന്നു തുടക്കത്തിൽ. ഈ ഫസ്റ്റ് ഗോളിന്റെ അതിന്റെ ഫസ്റ്റ് ടച്ചിലൊരു വിവാദം ഉണ്ട്. ഈ മെക്കലിസ്റ്റർ വന്നിട്ട് ഫൗളാണ് ഇന്നലെ ഓസ്ട്രേലിയൻ കോച്ച് പറഞ്ഞിട്ടുണ്ട്. റാഫ്രാഗിനിക്ക് കണ്ണടിച്ചു എന്നുള്ളത് പറഞ്ഞു. അല്ല, അത് പറഞ്ഞ പോലെ പിന്നെ അതൊരു 50-50 ചാൻസ് ആയിട്ട് എനിക്ക് തോന്നി റീപ്ലേ കണ്ടപ്പോൾ. നമ്മൾ ഡീറ്റെയിൽഡ് കണ്ടിട്ടില്ല. മാത്രമല്ല ഇത്ര മാച്ചസിൽ ഇപ്പോൾ സഫാൻ പറഞ്ഞ പോലെ ഇത്ര മാച്ചസിൽ കുറേ പിന്നെ പ്രശ്നങ്ങൾ റഫറി കണ്ണടക്കും. അത് കണ്ണടച്ച് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ആക്ച്വലി ആ ഒരു പിന്നെ ഫൗളിൻ്റെ റിയാക്ഷൻ ആയിട്ടല്ല ഗോൾ വരുന്നത്. അതിന് ശേഷം ഒരു പ്ലേ നടന്നിട്ടുണ്ട്. ആ പ്ലേ എന്ന് പറഞ്ഞാൽ നേരെ പോയി ഗോൾ അടിച്ചതല്ല, അവിടുന്ന് പിന്നെ ബോൾ നേരെ ഓപ്പോസിറ്റ് വിങ്ങിലേക്ക് പോയിട്ടുണ്ട്, അവിടുന്ന് ബോൾ തിരിച്ചു വന്നിട്ട് എന്നിട്ട് ഗോൾ അടിക്കുന്നത്. അല്ലാതെ ആ ഒരു പ്ലേ നേരെ പോകുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു റഫറി നിർത്തേണ്ടതാണ്. പക്ഷേ ആ ഒരു ഫൗളിൻ്റെ ഇമ്പാക്റ്റ് കഴിഞ്ഞു. പിന്നെ അത് ആ ഫൗൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന് ഇമ്പാക്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്ലേ നടന്നിട്ട് ആ പ്ലേയുടെ അവസാനത്തിലാണ് ഗോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനങ്ങനെ ഒരു കുറ്റപ്പെടുത്തേണ്ടോ അല്ലെങ്കിൽ പിന്നെ അർജന്റീനയെ പറ്റിയ സ്ഥിരം ഓപ്പണൻസ് പറയുന്ന പോലെ ഫിഫയുടെ അതൊന്നും അതിലില്ല. അത് സ്വാഭാവികമായിട്ടുള്ളൊരു ഫാൻ ഫൈറ്റിന് ഭാഗമായി വരുന്നൊരു ആരോപണമായിട്ടൊക്കെ തോന്നുന്നത്. അതിൽ നമ്മൾ ഇനി കൂടുതൽ നല്ല മത്സരങ്ങൾ വരാനിരിക്കണം. നല്ല മീൻസ് കടുത്ത മത്സരങ്ങൾ വരാനിരിക്കുന്നു. അർജന്റീനയ്ക്ക് ഏതെങ്കിലും ഏരിയയിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഏത് ഏരിയ ആയിരിക്കും? തീർച്ചയായും വിങ്ങും ഡിഫൻസും കുറെ കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണമായിരുന്നു ഈ മത്സരത്തിൽ. ഒരു ടഫസ്റ്റ് ഒപ്പണൻ്റ് എന്ന് പറയുന്നത്
ഫസ്റ്റ് റൗണ്ടിൽ ഓസ്ട്രിയനായിരുന്നല്ലോ. അപ്പോൾ ഓസ്ട്രിയക്കെതിരെ തന്നെ ഈ വിങ്ങേഴ്സും CB സെൻട്രൽ ബാക്സും ഒക്കെ കുറെ കൂടി പ്രൂവൺ ആയിട്ടുണ്ടെങ്കിൽ അത് അർജൻറ്റീനക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഈ നമ്മളെ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സാണ് 3 പേരും. അവരെ ഒരു തരത്തിലും കളിക്കാൻ അനുവദിക്കാതെ ഈ രീതിയിൽ ഹൈ പ്രസ്സിങ്ങിലൂടെ പിടിച്ചു കെട്ടാൻ ഒരു പക്ഷേ എല്ലാ ടീമുകളും അങ്ങനെ ഒരു സ്റ്റൈലിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഓസ്ട്രിയ വന്ന പോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സെമിയിൽ ക്രൊയേഷ്യയോ ഫൈനലിൽ ഫ്രാൻസ് പോലും അത്തരം ഒരു സ്റ്റൈലിലേക്ക് വന്നിട്ടില്ലല്ലോ. കളിക്കാൻ വിട്ടിരുന്നു, രണ്ടുപേരും പരസ്പരം കളിക്കാൻ വിടുന്നു. അതായിരുന്നു അതിൻ്റെ സൗന്ദര്യം. ഓപ്പൺ ഗെയിമായിരുന്നു. അപ്പോൾ ഓപ്പൺ ഗെയിമിലേക്കായിരിക്കും ഒരു പക്ഷേ നോക്കൗട്ടിലേക്കൊക്കെ പോകുമ്പോൾ വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഉറുഗ്വേ ഒക്കെ വന്നാൽ ടൈറ്റ് ആവട്ടോ. റൗണ്ട് ഓഫ് 32 ഉറുഗ്വേ ആണ് വരുന്നതെങ്കിൽ അർജന്റീന കുറെ കൂടി ടൈറ്റ് ചിലപ്പോൾ സ്പെയിൻ വന്നേക്കാം. സ്പെയിൻ വന്നാൽ ഒരു ഓപ്പൺ ഫൈറ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. നല്ല കളിയായിരിക്കും, നല്ല മാച്ച് ആയിരിക്കും, നല്ല രസമുള്ള മാച്ച് ആയിരിക്കും അത്. അതിൽ വേറൊരു ഹിസ്റ്റോറിക്കൽ കോണ്ടാക്ട് ഉണ്ട്. നമ്മൾ ഈ മറ്റേ ഫൈനലിസിമ നടന്നില്ല, മെസ്സി അമാൽ ഒരു മാച്ച് നടന്നില്ല, അത് വേൾഡ് കപ്പ് നടക്കുക എന്ന് പറഞ്ഞാൽ. മാത്രമല്ല ഈ ഫിഫ ഈ ഡ്രോ നടക്കുന്ന സമയത്ത് 1-2 റാങ്കിൽ സ്പെയിനും അർജന്റീനയാണ്. അപ്പോൾ ഫൈനൽ വരെ ഇവർ തമ്മിൽ എത്താതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഫിക്സ്ചറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സീഡിംഗ് സിസ്റ്റം ഉണ്ട്. ആദ്യത്തെ ടോപ്പ് 4 ഫിഫ റാങ്കിങ് ടീമുകൾ സെമിക്ക് മുമ്പായി ഏറ്റുമുട്ടില്ല. അർജന്റീനയും സ്പെയിനാണ് ഈ ഫൈനലിൽ മുമ്പ് എത്തില്ല. പക്ഷേ ഈ സ്പെയിന് ഗ്രൂപ്പിൽ 2ാം സ്ഥാനത്തേക്ക് തള്ളിപ്പെട്ട എല്ലാം മാറിപ്പോകും. വെറുതെ പറയാൻ പറ്റില്ല, വെറുതെ സൗദിയോട്. അതിൽ ഏറ്റവും സങ്കടം എന്താ വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു ഭയം എന്ന് പറഞ്ഞാൽ യൂറുഗ്വേ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പുറത്താവും എന്നുള്ള നല്ല ടീം ഏതെങ്കിലും ഒന്ന് പോകും. രണ്ട് കളികളിലും ഒരു സമനില വഴങ്ങി. പ്രത്യേകിച്ചും കഴിഞ്ഞ മാച്ചിലൊക്കെ ലാസ്റ്റ് മിനിറ്റിലൊരു ആവശ്യമില്ലാത്തൊരു ഗോൾ വഴങ്ങിയിട്ടാണ് സമനിലയായത് കേപ്പ് വെർദെക്കെതിരെ. അടുത്ത മാച്ച് സ്പെയിനായിട്ടാണ്. അപ്പോൾ സ്പെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളി കണ്ടെയ്ൻ ചെയ്യാൻ ഈ യുറുഗ്വേ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓസ്ട്രിയയെ പറ്റി പറഞ്ഞ പോലെ തന്നെയുള്ള അതിൻ്റെ ഈ ഒരു സ്റ്റൈലിൻ്റെ ഒരു ആശാനാണ് ബിയൽസ. ഇതിൻ്റെ ഒക്കെ തുടങ്ങുന്നത് ബിയൽസയിൽ നിന്നാണ് ഈ സ്റ്റൈൽ തുടങ്ങുന്നത്. ബിയൽസ അങ്ങനെ കളിപ്പിക്കുന്ന യുറുഗ്വേനെ കളി കണ്ട എല്ലാവരും പറയും നന്നായി കളിച്ചെന്ന് പറയും. ബിയൽസയിൽ വലിയ മാറ്റങ്ങൾ വന്നു. ഇപ്പോൾ 2002 അർജന്റീനിയൻ ടീം എങ്ങനെയാണ് കളിച്ചത് അങ്ങനെയല്ല ഉറുഗ്വേ ഇപ്പം കളിക്കുന്നത്. ഭയങ്കര പ്രസിങ്ങും ഒക്കെയാണ്. അപ്പോൾ പക്ഷേ ഈ ആ റൗണ്ട് ഓഫ് 32 ഉറുഗ്വേ വേഴ്സസ് അർജന്റീന മത്സരം വരെ ഗംഭീര മാച്ചായിരിക്കും. പ്രത്യേകിച്ചും സ്കലോണി വേഴ്സസ് ബിയൽസ. ടാക്ടിക്സിന്റെയും മനഃശാസ്ത്രവും ഒക്കെ വെച്ചുള്ള വൻ ഫൈറ്റ് ആയിരിക്കും. റൗണ്ട് ഓഫ് 3 സാധ്യതകൾ നോക്കാം. സ്പെയിൻ വരാമെങ്കിൽ എന്തായിരിക്കും നിങ്ങളൊരു വരിക? സ്പെയിൻ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു ബ്യൂട്ടിഫുൾ മാച്ച് ആയിരിക്കും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ സ്പെയിനാണ് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയി കളിക്കുന്നത്. റിസൾട്ട് എന്തായിരിക്കും? റിസൾട്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നില്ല. ഏതായാലും ഒരു ഏകപക്ഷീയമായ മാച്ച് എന്തായാലും ആയിരിക്കില്ല. എനിക്ക് തോന്നുന്നു അർജന്റീന മോർ ഇപ്പോൾ ഒരു യൂറോപ്യൻ ടീമിനെ പോലെ കളിക്കുന്ന ടീമാണ്. സ്പെയിനാണ് എനിക്ക് റിസൾട്ട് വരും പക്ക. അതാണ് ഒരു ചാമ്പ്യൻ ടീമിന്റെ വേണ്ട എല്ലാ ക്വാളിറ്റിയും. നമ്മൾ ഒരു കാലത്ത് ജർമ്മനിയൊക്കെ ഉണ്ടായിരുന്നു, ഈ 14-10 ടൈമിലൊക്കെ ഉള്ള ഒരു ജർമ്മനി. ഈ ക്രിക്കറ്റിൽ നമ്മൾ ഓസ്ട്രേലിയ എന്നൊക്കെ പറയില്ല, ആ ഒരു മെന്റാലിറ്റിയാണ്. നമുക്കറിയാം ഈ അർജന്റീന കളി ജയിക്കും, നമുക്ക് ഇറങ്ങുന്നത് മുതൽ തന്നെ നമുക്കൊരു തോന്നലുണ്ട്. പക്ഷേ സ്പെയിനിൽ തോന്നുന്നു സ്റ്റിൽ യൂറോപ്പിൽ കുറച്ചെങ്കിലും ഒരു ഫിലോസഫിക്കലായി ബന്ധപ്പെട്ടുന്ന ഒരു ടീം സ്പെയിനാണ്. അപ്പോൾ സ്പെയിൻ ആയാലും ഉറുഗ്വേ ആയാലും ശക്തമായ മത്സരമായിരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അർജന്റീനയുടെ സ്ട്രൈക്കേഴ്സിന് നമ്മൾ പറയണമെന്ന് തോന്നുന്നു. നീക്കോ ഗോൺസാലസ്, ലൗതാരോ മാർട്ടിനസ്, ഹ്യൂലിയൻ അൽവാരസ്, ഇവരാരും 2 മത്സരമായിട്ടും ഗോൾ അടിച്ചിട്ടില്ല. മാത്രമല്ല ഒരു ക്ലിയർ ചാൻസ് പോലും ക്രിയേറ്റ് ചെയ്തു നിങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ടും പറഞ്ഞിട്ട് നമുക്ക് അവസാനിക്കാൻ തോന്നും. ഹൂലിയൻ ഇന്നലെ ഫസ്റ്റ് ലെവലിൽ ഇറക്കുന്നതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത് കേട്ടോ. നമ്മുടെ ലൈനപ്പ് ഒക്കെ അങ്ങനെയായിരുന്നു. ലൗതാരോക്ക് പകരമായിട്ടാണ്. പക്ഷേ ലൗട്ടാരോയെ സബ് ചെയ്താണ്. എനിക്ക് തോന്നുന്നു അയാളുടെ ഫിസിക് ഉപയോഗിക്കാന്ന് കരുതി തോന്നുന്നു. പിന്നെ അയാൾ ബോക്സ് ടു ബോക്സ് പ്ലെയർ ആണ് ലൗട്ടാരോ. ആരായാലും സ്കലോണിയുടെ സംഘത്തിൽ മെസ്സി ഒഴികെ എല്ലാവരും ബോക്സ് ടു ബോക്സ് കളിച്ചോളണം, അത് നിയമമാണ്. അതിനനുസരിച്ച് ഇറങ്ങുകയും വേണം, കയറുകയും വേണം. അപ്പോൾ ലൗട്ടാരോ ആ നിലക്ക് ഇപ്പോൾ സ്വന്തം പെനാൽറ്റി ബോക്സിൽ വെച്ച് ഒരു ടാക്ലിങ് ചെയ്ത് ഹെഡർ ഭയങ്കര ക്ലിയറൻസ് ഒക്കെ നടത്തുന്നത് കണ്ടു നമ്മൾ. അപ്പോൾ ആ നിലക്ക് ഉപയോഗപ്പെടുത്തിയതായിരിക്കണം ലൗട്ടാരോ. ഈ പറഞ്ഞ പോലെ സ്ട്രൈക്കേഴ്സ് ഇതുവരെ ഓണായിട്ടില്ല. ഇപ്പോൾ അൽമാഡെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, ഉലിയനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിക്കോ പിന്നെ ഇയാളുടെ വേറൊരു വെപ്പണാണ്. ഇയാളുടെ ദുരൂഹമായ നിഗൂഢമായ ചില ഉദ്ദേശങ്ങളുമായിട്ട് ഇതിലേക്ക് വരുന്ന ഒരു പ്ലെയറാണ്. അങ്ങനെ പറയണ്ട. ഇന്നലെ മെസ്സിയുടെ ഒരു കോർണർ കിക്കുന്ന നിക്കോന്റെ ഒരു ഹെഡർ ഉണ്ട്, ആ ഗംഭീരമായിരുന്നു. പക്ഷെ അയാൾക്ക് നല്ല ചാൻസുകൾ വേറെയും കിട്ടിയിരുന്നുണ്ട്. അപ്പോൾ നിക്കോയെ നമ്മൾ സ്ട്രൈക്കറായിട്ട് മാത്രം എടുക്കണ്ട. അപ്പോൾ എനിക്ക് തോന്നുന്നു വരും മത്സരങ്ങളിൽ ഇപ്പോൾ ജോർദാനെതിരായ മത്സരത്തിൽ ഹൂലിയനെ നമുക്ക് തുടക്കത്തിൽ കാണാം. അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്നുള്ള ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം അൽമാഡ കൂടെ ഇപ്പോൾ നമ്മൾ ഇയാളെ മാർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിഫൻസ് കാര്യമായി മെസ്സിയെ സെൻറ്റർ ചെയ്യുന്ന സമയത്ത് സ്പേസ് കണ്ടെത്തി അതിലൂടെ പോകാമെന്നുള്ളതാണ് അൽമാഡയിലെ ദൗത്യം. പക്ഷേ അയാൾക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈക്ക് ഡിമരിയെ പോലെ അത് തുറക്കാൻ പറ്റാത്ത ഒരു ദൗർബല്യം അവിടെ ഉണ്ട്. അതും കൂടി തുറക്കപ്പെട്ടാൽ അർജൻറ്റീന ഫുൾ ഓണായി.
ഉറപ്പായിട്ടും വലിയ റിസൾട്ട് പ്രതീക്ഷിക്കേണ്ടി വരും. ഷാഫിഖിന്റെ കമന്റ് പറഞ്ഞിട്ട് അതിൽ അറ്റാക്കർമാർ പിന്നെ ഫോമിലാവാത്തതിന് ഒരു കാരണം ഞാൻ കാണുന്നത് മെസ്സി തന്നെയാണ്. കാരണം മെസ്സി റോളാണ്. മെസ്സി റോൾ നമ്മൾ പണ്ട് ഈ ഫുട്ബോളിൽ ഒരു മെക്കലേലി റോൾ എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ റോളുകൾ, മെക്കലേലി സ്വന്തം റോൾ, കാൻ്റെ റോൾ എന്ന് പറഞ്ഞ പോലെ റോൾ. അപ്പോൾ മെസ്സിൻ്റെ ഇപ്പോൾ മെസ്സി റോളുണ്ട് എന്ന് പറഞ്ഞാൽ അത് മെസ്സി തന്നെ ഡിഫൈൻ ചെയ്യുന്ന റോളാണ്. അത് നമുക്കറിയാം. മെസ്സി കളിക്കുന്നത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മെസ്സി നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് പുള്ളി ഉണ്ടാവില്ല. മിക്കവാറും സ്വന്തം ഹാഫിലോ അല്ലെങ്കിൽ ബാക്ക് ലൈൻ തൊട്ട് മുമ്പിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാവുക. സ്വാഭാവികമായിട്ട് ആ ഒരു കളിയോട് അഡാപ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള അറ്റാക്കർമാർ വരിക. അങ്ങനെ അറ്റാക്കർമാർ പൊസിഷൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രയാസമാണ്. കാരണം കളിക്കാർക്ക് ഇയാളെ നോക്കിക്കൊണ്ടിരിക്കണം. ഇയാളെ നോക്കുമ്പോൾ തന്നെ ഇയാളുടെ പിന്നെ മൂവ്മെൻറ്റുകൾ ഒപ്പം ആ ലെവലിലേക്ക് വരണം. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ അർജൻറ്റീന വിജയിക്കുന്നത് മെസ്സി റോൾ അല്ലെങ്കിൽ മെസ്സിയുടെ ആ സ്റ്റൈൽ വിജയിക്കുന്നത് കൊണ്ട് അതൊരു ടെൻഷനല്ല. അർജൻറ്റീന ഗോൾ അടിക്കുന്നില്ല അല്ലെങ്കിൽ ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്, സ്ട്രൈക്കർമാർ ഗോൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് ടെൻഷനല്ല. പക്ഷേ പിന്നെ മെസ്സി കഴിഞ്ഞ ഈ ഇന്നത്തെ മാച്ചിലെ പോലെ തന്നെ സെക്കൻഡ് ബോളുകൾ കുറേ ഇപ്പോൾ ഇന്നലെ നമുക്ക് നമ്മുടെ ഇയാൾക്ക് മെസ്സി നല്ല ചാൻസ് ക്രിയേറ്റ് ചെയ്തു നമ്മുടെ അൽവാരസിന്. അവസാനം പിന്നെ പുള്ളി ആ മിസ്സാക്കിയപ്പോഴാണ് മെസ്സി ആ ഗോൾ അടിക്കുന്നത്, ലാസ്റ്റ് മിനിറ്റിലെ ഗോള്. അപ്പോൾ മെസ്സി കൃത്യമായിട്ടും മെസ്സി ബോക്സിലേക്ക് ബോൾ എത്തിക്കുന്നുണ്ട്. അത് പിന്നെ ഹാങ് ചെയ്യുക എന്നുള്ളത്, ഗോൾ പോച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ സ്ട്രൈക്കർമാരുടെ പണി. അതെടുക്കുന്ന ഒരു പ്രോപ്പർ നമ്പർ 9 ലെവലിലേക്ക് നമ്മുടെ കളിക്കാരും വരുന്നില്ല. അപ്പോൾ അൽവാരസ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഈ ലൗതാറോ മാർട്ടിനസ് ആയാലും അതൊരു ഒരു ഒരു പോരായ്മയാണെന്ന് വെച്ചാൽ പോരായ്മയാണ്. പക്ഷേ മെസ്സി ഇങ്ങനെ ഒരു സ്റ്റൈലിൽ വരുമ്പോൾ അർജൻറ്റീന ആ ലെവലിൽ വിജയിച്ച് നിൽക്കുമ്പോൾ അത് ഡിസ്കസ് ചെയ്യാൻ പ്രസക്തി ഇല്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ അതായത് മെസ്സി നിലനിൽക്കുന്നിടത്തോളം അതൊരു പോസിറ്റീവ് ദൗർബല്യമാണ്. ഇന്നലെ നിങ്ങളുടെ ആ പോസ്റ്റ് പോലെ മെസ്സിയിലേക്ക് ചുരുങ്ങാൻ, മെസ്സി ആഘോഷിക്കാൻ മാത്രം നിൽക്കുന്ന അത് കമന്റ് ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതാണ്. ഈ അർജന്റീന ഫാൻസ് എന്ന് പറഞ്ഞാൽ അർജന്റീന ടീമാണ് ഏറ്റവും വലിയ അർജന്റീന ഫാൻസ് അല്ലേ. സെക്കൻഡ് ഗോളൊക്കെ അടിച്ചപ്പോൾ അവർ കാണിച്ച ഒരു ഇമോഷൻസ്, സെലിബ്രേഷൻസ് ഒക്കെ ഞങ്ങൾക്ക് തോന്നി മെസ്സിയെ ഒരു കൊന്നു കളഞ്ഞു തോന്നി. എത്രയോ മൊത്തം ചുറ്റും കൂടിയിട്ടൊക്കെ ഉള്ള അതിലാണ് അവർ ആനന്ദവും സന്തോഷവും കണ്ടെത്തുന്നത് തന്നെ. അയാൾക്ക് കൊടുത്ത് അയാളെ കൊണ്ട് അടുപ്പിക്കുക. അതിനപ്പുറത്തേക്ക് വേറെ ഇൻഡിവിജ്വൽ വേറെ ഇല്ല. അത് ഭയങ്കര കാര്യം. അതുള്ള കാലത്തോളം അർജന്റീനക്ക് ടെൻഷനാണ് കാര്യമില്ല. അതേസമയം തന്നെ പിന്നെ മെസ്സിനെ ഒരു കണ്ടെയ്ൻ ചെയ്യാൻ, മെസ്സിനെ ശരിക്കും ഒന്ന് മാർക്ക് ചെയ്യാനുള്ളൊരു, പണ്ട് എനിക്ക് ബാഴ്സലോണയുടെ കളി ഓർമ്മയുണ്ട്. ഒരു യുവാൻ ഫോയ്ത്ത് എന്ന് പറഞ്ഞ അർജന്റീനക്കാരൻ്റെ ഒരു ഡിഫറെൻ്റ് അന്ന് ജിറോണ ബാഴ്സലോണ മാച്ചിൽ മെസ്സിയെ പൂട്ടിയൊരു ഗെയിമുണ്ട് 2014-15 അങ്ങനെയാണ്. അന്ന് മെസ്സി ചോദിക്കുന്നുണ്ട് ഇയാളുടെ കളി നീ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഒരാൾ മെസ്സിയെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് മെസ്സിയെ അങ്ങോട്ട് പൂർണ്ണമായി നിശബ്ദനാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അർജന്റീന കളിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണേണ്ട ഒരു കാര്യം. പക്ഷേ അത് അന്നത്തെ മെസ്സി അല്ല, അന്നത്തെ മെസ്സി പോലെ അല്ല ഇപ്പോഴത്തെ മെസ്സി കളിക്കുന്നത്. മെസ്സിയെ സ്വന്തം ഹാഫിലേക്ക് വന്നിട്ടൊന്നും മാർക്ക് ചെയ്യാൻ ആരും മുതിരില്ല എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും മെസ്സി ക്ലിക്കാവുന്നിടത്തോളം നമുക്ക് അതിന് ടെൻഷനില്ല. പക്ഷേ മെസ്സി ക്ലിക്കാവാത്തപ്പോൾ പിന്നെ അൺഫോർച്ചുനേറ്റ്ലി വല്ലപ്പോഴും അദ്ദേഹത്തിന് പരിക്ക് പറ്റുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അർജന്റീന എങ്ങനെയും കളിക്കുക എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. എനിക്ക് തോന്നുന്നത് സ്കലോനിക്ക് അതിനൊരു പ്ലാൻ ഉണ്ടാകും. കാരണം ഈ പിന്നെ നല്ല വിങ്ങർമാരുണ്ട്, ബോക്സിലേക്ക് നേരെ ക്രോസ് മെസ്സി പുറത്തിരുന്നിട്ടും അടിച്ചാണ്. മാത്രമല്ല നല്ല വിങ്ങർമാർ പിന്നെ വിങ് ബാക്കുമാരായാലും വിങ്ങർമാരായാലും ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുന്ന ഒരു ശൈലി അർജന്റീനയ്ക്കുണ്ട്. അത് വരികയാണെങ്കിൽ സുഖമായിട്ട് എങ്ങനെ ഹെഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടാപ്പ് ചെയ്ത് അടിക്കുന്ന പ്ലേയേഴ്സാണ് അൽവാരസ് ആയാലും അല്ലെങ്കിൽ ലൗതാറോ ആയാലും. അതില്ലാത്ത സമയത്ത് അൽമാഡയും നന്നായി കളിച്ചിട്ടുണ്ട് പഴയ. പിന്നെ നമുക്ക് നിക്കോബാസ് ഒക്കെ പിന്നെ പറയുന്നത് നിക്കോബാസിനെല്ലാം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് അതൊരു ടെൻഷനല്ല. ഇതുവരെയുള്ള കളിയിൽ അത് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്നാലും നമുക്ക് ഈ ചർച്ച ഇവിടെ നിർത്താൻ തോന്നുന്നു. എനിക്ക് പറയാനുള്ളത് ഏതൊരു ചർച്ചയും നിങ്ങളുടെ അഭിപ്രായങ്ങളും വിശകലനങ്ങളും ഞങ്ങൾ പറഞ്ഞതിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത കളിക്ക് ശേഷം കാണാം.